നമസ്കാരം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ സാബു തൂങ്ങി മരിച്ച സംഭവം ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. ഭാര്യയുടെ ചികിത്സയ്ക്ക് നിക്ഷേപത്തുക തിരിച്ചു ചോദിച്ചപ്പോൾ നൽകാത്തതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ ഉണ്ടായത്. നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, സാബുവിനെ പിടിച്ച് തള്ളുകയും അപമാനിക്കുകയും ചെയ്യാനുള്ള ധാർഷ്ട്യം ബാങ്ക് ജീവനക്കാർ കാട്ടിയതിന്റെ പരിണത ഫലം കൂടിയായാണ് ആ നിക്ഷേപകൻ തൂങ്ങി മരിച്ചത്. പണം നൽകണമെന്ന് കേണപേക്ഷിച്ചും അവർ കൂട്ടാക്കിയില്ലെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി വാർത്താ മാധ്യമങ്ങളോടും പറഞ്ഞു. 14 ലക്ഷം രൂപയാണ് സാബുവിന് ലഭിക്കാനുണ്ടായിരുന്നതെന്നാണ് സൂചന. കട്ടപ്പനയിൽ വെറൈറ്റി എന്ന പേരിൽ ചെറിയ ലേഡീസ് സെന്റർ നടത്തി വരികയായിരുന്നു സാബു. നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്നും താൻ തിരിച്ചു ആക്രമിച്ചെന്നും പറഞ്ഞ് പ്രശ്നം സൃഷ്ടിച്ചെന്നുമാണ് സാബു മുൻ ബാങ്ക് പ്രസിഡന്റ് VR സജിയോട് പരാതി പറയുന്നത്. ഈ മാസത്തിൽ തരേണ്ട പകുതി പൈസ നൽകിയിട്ട് നിങ്ങൾ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമെന്താ? നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ട, നമ്മൾ ഇതറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാ. നിങ്ങൾ അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് പണി അറിയില്ലാഞ്ഞിട്ടാണ്, പണി മനസ്സിലാക്കി തരാം. ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചാണ് നിൽക്കുന്നത് എന്നായിരുന്നു സജിയുടെ മറുപടി. ഇതിനുശേഷവും ചില CPM നേതാക്കൾ സാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും സൂചനയുണ്ട്. ഇതിലേക്കൊന്നും തന്നെ അന്വേഷണം പോകുന്നില്ല. തനിക്ക് ഇങ്ങനത്തെ പണി അറിയില്ലെന്നും തന്നെ വേണമെങ്കിൽ കൊന്നോ എന്നും സാബു വളരെ വിഷമത്തോടെ CPM നേതാവിനോട് പറയുന്നതും റെക്കോർഡിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. താൻ ആരെയും നുള്ളി നോവിച്ചിട്ടില്ല. മർദ്ദിച്ചെന്ന ആരോപണം വ്യാജമാണ്. പണം ചോദിച്ചപ്പോൾ മോശമായ പദപ്രയോഗത്തോടെ പിടിച്ചു തള്ളി. ക്യാമറ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും സാബു പറയുന്നുണ്ട്. താനത് വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു CPM നേതാവിന്റെ നിലപാട്. സൊസൈറ്റി പ്രതിസന്ധിയിലാണെന്നും സാബുവിന് നൽകാനുള്ള പണം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും അത് ഉടൻ നൽകുമെന്നും സംഭാഷണത്തിനിടെ സജി പറയുകയും ചെയ്യുന്നു. രണ്ടാമതൊരു ഫോൺ റെക്കോർഡും പ്രചരിക്കുന്നുണ്ട്. അതിൽ അനുനയ സ്വരമാണെന്നതാണ് വസ്തുത. CPM കേന്ദ്രങ്ങളാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നതും. MM മണിയുടെ അടുപ്പക്കാരനായ നേതാവാണ് സജി. അതുകൊണ്ട് കൂടിയാണ് സജിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് കഴിയാതെ പോകുന്നത്. ജില്ലാ നേതൃത്വവും സജിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. മണിയുടെ 1, 2, 3 പ്രസംഗം അടക്കം വീണ്ടും ചർച്ചകളിൽ എത്തുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് സജിയുടെ പുതിയ മോഡൽ ഭീഷണിയും. സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി എന്നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ അത് ശരിയാണോ? ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. VR സജിയും സാബുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദമുണ്ടാക്കുകയാണ്. പണം ഉറപ്പായി നൽകുമെന്നാണ് സംഭാഷണത്തിൽ സജി പറയുന്നത്. ജാഗ്രത കുറവ് ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നാണ് CV വർഗീസ് പറയുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് 20 കോടി വായ്പ നൽകിയെന്നും ഈ പണം തിരികെ വരാത്തതാണ് സൊസൈറ്റിയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജും പറയുന്നു. ഇതെല്ലാം തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാനാണ്. അവർക്കിനി കരുവന്നൂർ പോലെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും BJPക്ക് പിടിച്ചു കയറാൻ ഒരു വഴി ഒപ്പിച്ചു കൊടുക്കേണ്ട എന്നത് തന്നെയാണ് CPM നിലപാട്. പക്ഷേ കരുവന്നൂരിൽ BJP ഒരൽപ്പം കാര്യങ്ങൾ മയപ്പെടുത്തിയതുപോലെ ഇനി മയപ്പെടില്ല എന്നത് ഉറപ്പ്. സഹകരണ വകുപ്പിൽ CPM നടത്തുന്ന കൊള്ള അനുവദിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇനി കേന്ദ്രത്തിന്റെ ചെവിയിലെത്തിയാൽ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ ഇതിൽ ഇടപെടുമെന്ന് ഉറപ്പാണ്. അതിന് നിർദ്ദേശം നൽകുന്നത് അമിത്ഷായും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ചേർന്നായിരിക്കും. പിന്നെ CPMന് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും കാണില്ല. പൊടി പിടിച്ചു കിടക്കുന്ന കരുവന്നൂർ ഫയലും കേന്ദ്രം പൊടി തട്ടിയെടുക്കും. ഇത് CPMന്റെ നെഞ്ചിലെ അവസാന ആണിക്കല്ല് അടിക്കലായിരിക്കും. നന്ദി.